മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരിയുടെ വീട്ടിലാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് സഖാവെ സംഭവിച്ചത്? സഖാവെ, വി ജോയി ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം മംഗലപുരത്ത് വലിയ വിഭാഗീയ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയെ തന്നെ പല തട്ടിലാക്കിയ സമീപനമാണ് വി ജോയി നടത്തിയിട്ടുള്ളത്. ആ പല ഘട്ടത്തിലും പല നേതാക്കളോടൊപ്പം ഞാൻ സൂചിപ്പിച്ചതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഏരിയ സമ്മേളനങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളുമായിട്ട് കടന്നു വന്നത്. ഏതാണ്ട് 8 കൊല്ലം ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, 6 കൊല്ലം പാർട്ടി ഏരിയ സെക്രട്ടറി, കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്, ആനാവൂർ നാഗപ്പനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്, പല നേതാക്കളുമായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ വി ജോയി ജില്ലാ സെക്രട്ടറിയായി വന്നതിന് ശേഷമാണ് മംഗലപുരത്ത് ഈ വിഭാഗീയ പ്രവർത്തനം ഉണ്ടായത്. ഏത് തരത്തിലുള്ള വിഭാഗീയതയാണ് ശരിക്കും ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത്? ഏത് തരത്തിലുള്ളതെന്ന് പറയുമ്പോഴത്തേക്കിൽ പാർട്ടി മംഗലപുരം ഏരിയ കമ്മിറ്റിയെ നിഷ്പ്രയമാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. പാർട്ടി ഏരിയ കമ്മിറ്റി ആഫീസിൽ ആരും വരാറില്ല. പാർട്ടി ഏരിയ സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയുടെ വീടാണ് ഇപ്പൊ പാർട്ടി കേന്ദ്രം എന്ന് പറയുന്നത്. അതായത് ജില്ലാ സെക്രട്ടറി ഈ ഏരിയ കമ്മിറ്റിയോടോ ജില്ലാ സെക്രട്ടറിയോടോ കാര്യങ്ങൾ തിരക്കാതെയാണോ തീരുമാനങ്ങൾ എടുക്കുന്നത്, കാര്യങ്ങൾ നടത്തുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആദ്യമായല്ല ഞാൻ പാർട്ടി നേതൃത്വത്തിൽ വരുന്നത്. 8 കൊല്ലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, 6 കൊല്ലം പാർട്ടി ഏരിയ സെക്രട്ടറി, പല നേതാക്കളോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല. ഏതാണ്ട് 6 വർഷക്കാലമായി പുതിയതായിട്ട് വന്നൊരു ഏരിയ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയെ നല്ല രീതിയിൽ നേതൃത്വമായി കൊണ്ടുവരുന്നതിന് വേണ്ടി എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ആ കാലഘട്ടമെല്ലാം മറ്റുള്ള ജില്ലാ സെക്രട്ടറിമാരാണ്. ജോയി വന്നതിന് ശേഷം 1 വർഷമേ ആയിട്ടുള്ളൂ. ആ വന്ന കാലം മുതൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വന്ന കാലം മുതൽ എനിക്കെതിരായിട്ട് ഒരു 5-6 മാസക്കാലമായിട്ട് ഞാൻ എടുക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും എതിരായിട്ട് നിൽക്കുക, അതിന് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, എനിക്കെതിരായിട്ട് ആളുകളെ സംഘടിപ്പിച്ച് പാർട്ടി കമ്മിറ്റികളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുക, അവർക്ക് അതിന്റേതായ പ്രോത്സാഹനം കൊടുക്കുക. അത് തന്നെയാണ് ഇന്ന് ജില്ലാ ഏരിയ സമ്മേളനത്തിൽ നടന്നത്. രാവിലെ ഞാൻ അറിയുന്നുണ്ട് എന്നെ മാറ്റുമെന്ന്. രാവിലെ 9 മണിക്ക് എന്തിനാ മാറ്റുന്നത് ഞാൻ ഇന്ന് നേതൃത്വത്തോടെ ചോദിച്ചു. 6 വർഷമായി ഒന്നുകിൽ സമ്മേളനത്തിൽ എനിക്കെതിരായിട്ട് വിമർശനം ഉണ്ടാവണം. ഒരു വിമർശനം ഇന്നലെ ഉണ്ടായില്ല. ഒരാൾ എനിക്കെതിരായിട്ട് വിമർശനം പറഞ്ഞില്ല. അല്ലെങ്കിൽ 6 വർഷത്തെ പ്രവർത്തനം മോശമായിരിക്കണം. ഏതാണ്ട് 6 മാസക്കാലം കൊണ്ട്, ഈ 3 വർഷത്തിന് ശേഷം 6 മാസക്കാലം കൊണ്ട് മംഗലപുരം ഏരിയ കമ്മിറ്റിക്ക് സ്വന്തമായി സ്ഥലം വാങ്ങി കോടിക്കണക്കിന് രൂപ വരെ ആസ്തി ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മനോഹരമായ ഒരു ആഫീസാണ് മംഗലപുരത്ത് ഉണ്ടായത്. അതിലെല്ലാം എന്താണെന്ന് എനിക്കറിയില്ല, ജില്ലാ സെക്രട്ടറിക്ക് എന്താണെന്നറിയില്ല, വലിയ ഒരു അസ്വസ്ഥതയാണ് ഉള്ളത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജോയി മത്സരിച്ച ആറ്റിങ്ങൽ മണ്ഡലം വളരെ ഇഞ്ചോടിഞ്ചുള്ള ഒരു മത്സരമായിരുന്നു. ബി ജോയി തോൽറ്റ ഒരു ഘട്ടത്തിൽ അദ്ദേഹം സന്തോഷിച്ചു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെയായിരുന്നു. സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. എന്നാൽ തോക്കാൻ വേണ്ടി മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി, തോറ്റപ്പോൾ സന്തോഷമുണ്ടായ ഒരു സ്ഥാനാർത്ഥിയാണ് വി ജോയി. അതെന്താണ്? പാർട്ടിയുടെ നേതൃത്വം കയ്യിലുണ്ടാവണം. ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും. ഒരു താല്പര്യമില്ലാതെയാണ് ജോയി സ്ഥാനാർത്ഥിയായത്. പക്ഷേ തോറ്റപ്പോൾ സ്ഥാനാർത്ഥികൾ വിഷമിക്കുകയും ചെയ്യുന്നു. തോറ്റതിൽ സന്തോഷിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് വി ജോയി. ഏതെങ്കിലും ഘട്ടത്തിൽ ബി ജോയി ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം കഴിഞ്ഞ 1 വർഷ കാലയളവിൽ അങ്ങേക്കെതിരെ എന്തെങ്കിലും അച്ചടക്ക നടപടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു നടപടി എനിക്കെതിരെ വന്നിട്ടില്ല. ഒരു അഭിപ്രായ വ്യത്യാസം എന്നിൽ വന്നിട്ടില്ല. പക്ഷേ എന്നാൽ ജോയി ഈ പറഞ്ഞ കണക്ക് എന്നെ തകർക്കുന്ന സമീപനമാണ് ഈ 1 വർഷക്കാലമായി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പാർട്ടി വിടുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ആലോചിക്കുന്നത്. ഇനിയും ജോയി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും എനിക്ക് ഈ സ്ഥാനത്ത് ഇരിക്കാനും പറ്റില്ല, ഇരുന്നാൽ അത് നടത്തിക്കൊണ്ട് പോകാനും പറ്റില്ല. ഇന്നിപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ റഹീം, എം വിജയകുമാർ അടക്കമുള്ളവർ വന്നാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അവരെ ബി ജോയി എങ്ങനെയായിരിക്കും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവുക? ഈ പൊതുവിൽ ബി ജോയിയുടെ ഒരു സെക്രട്ടറി നില, ജില്ലാ സെക്രട്ടറി നില അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി എങ്ങനെയായിരുന്നു കഴിഞ്ഞ 1 വർഷക്കാലം? CPM-നെ സംബന്ധിച്ചോളം സെക്രട്ടറിമാരാണ് അതോറിറ്റി. അതിന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നാലും ജില്ലാ സെക്രട്ടറി ആയിരുന്നാലും ഏരിയ സെക്രട്ടറി ആയിരുന്നാലും ജില്ലാ സെക്രട്ടറി എടുക്കുന്ന തീരുമാനങ്ങളാണ് സ്വാഭാവികമായി മറ്റുള്ളവർ നടപ്പിലാക്കിയെടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് തന്നെയാണ് ഇന്ന് രാവിലെ 9 മണിക്ക് കൂടിയ കമ്മിറ്റി എന്നെ മാറ്റാനായിട്ട് തീരുമാനിച്ചതെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോഴത്തന്നെ സമ്മേളനത്തിൽ നിന്ന് ഞാൻ വിട്ടുപോകണമെന്ന് തീരുമാനിച്ചതാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് അവിടെ നിന്ന് വന്ന നേതാക്കൾ അനുനയിപ്പിച്ച് അവിടെ ഇരുത്തിയാണുണ്ടായത്. ഒരു കാരണവശാലും എനിക്ക് CPM-മായി ജോയിയുടെ നിലപാടിനോടൊപ്പം നമുക്ക് നിന്ന് പോകാനായിട്ട് പറ്റൂല. ഇനി തുടർന്ന് ഏരിയ സെക്രട്ടറി, എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഇനി അഥവാ ഏതെങ്കിലും കാരണവശാൽ ഏരിയ സെക്രട്ടറി ആയാൽ തുറന്നു പോകുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്.